ഹലോ, ഹായ്, നമസ്കാരം. 5 സെക്കൻഡ്സ് വ്യൂവിലേക്ക് സ്വാഗതം. സാധന ദ സനാതനി ഇൻസൈഡ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന കഥ കുട്ടികളുടെ കാഴ്ചപ്പാടിനെ മുൻനിർത്തിയുള്ളതാണ്. വളരെ തിരക്കേറിയ ജോലിയുള്ള ഒരു പിതാവും അദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു കുട്ടിയും തമ്മിലുള്ള സംവാദമാണ് നമ്മുടെ കഥയിലെ ഇതിവൃത്തം. വളരെ തിരക്കുള്ള ജോലിയുള്ളൊരു പിതാവ് അദ്ദേഹത്തിന് പെട്ടെന്ന് ആ, ഒരു എക്സിബിഷന് 2 ടിക്കറ്റുകൾ കിട്ടുവാണ്. 2ാം ക്ലാസ്സിൽ നിന്ന് ജയിച്ച് 3ലേക്ക് പോകാൻ തയ്യാറായി നിൽക്കുന്ന ഈ കൊച്ചു മിടുക്കൻ അവൻ്റെ അവധിക്കാലത്താണ്. വീട്ടിലിരുന്ന് എപ്പോഴും അച്ഛനോട് പറയും, ഇങ്ങനെയെങ്കിലും എനിക്കിന്ന് പുറത്ത് പോകണം, പുറത്ത് പോയി എന്തെങ്കിലും കാണണം എന്ന് പറയും. തിരക്കായ അച്ഛൻ അതിങ്ങനെ മാറ്റി മാറ്റി വെക്കുമായിരുന്നു. ഒരു എക്സിബിഷന് 2 ടിക്കറ്റ് കിട്ടിയപ്പോൾ അച്ഛൻ ഓടി വീട്ടിലേക്ക് വന്ന് കുട്ടിയെയും എടുത്തുകൊണ്ട് ഈ എക്സിബിഷന് പോവുകയാണ്. ജനസാഗരം പോലെ ആളുകൾ ഈ എക്സിബിഷൻ കാണാൻ വന്നിരിക്കുന്നു. ഒരു പീഠത്തിൽ ബിംബങ്ങൾ, ഒരുപാട് ചിത്രങ്ങൾ, ഒരുപാട് നാണയങ്ങൾ, പുരാതനമായ കാര്യങ്ങളെല്ലാം നിറഞ്ഞ് നിറഞ്ഞ് വെച്ചിരിക്കുന്ന ഓരോ മുറികളിൽ നിന്ന് ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് മാറി മാറി ഇങ്ങനെ കാണുകയാണ്. സ്വന്തം യൗവനത്തെക്കുറിച്ചും ചിന്തിച്ചുകൊണ്ട് ഈ പിതാവ് ഇങ്ങനെ നടക്കുകയാണ്. പിതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് ഈ പുത്രനും. ഒരു മണിക്കൂറിൽ മുകളിൽ സമയം ഈ എക്സിബിഷൻ ഹാളിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിതാവും ഈ കൊച്ചു മിടുക്കനും കൂടി തിരിച്ച് വീട്ടിലേക്ക് വന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോൾ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കുടുംബത്തിനൊപ്പം ഇരിക്കുന്ന സമയത്ത് അച്ഛൻ മകനോട് ചോദിക്കുകയാണ്, മോനെ മിടുക്ക, എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ എക്സിബിഷൻ? മോൻ എന്തെല്ലാമാണ് ഇന്ന് കണ്ടത്? ഈ കുട്ടി അച്ഛൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കുകയാണ്, അച്ഛാ, ഞാൻ വേറൊന്നും കണ്ടില്ല. അവിടെ മതിലിൽ അടിച്ചിരിക്കുന്ന ഒരു നീല കളർ മാത്രമാണ് ഞാൻ കണ്ടത്. കേട്ട് പിതാവ് ഞെട്ടിപ്പോയി. മോൻ എന്തായി പറഞ്ഞത്? മതിലിൽ അടിച്ചിരിക്കുന്ന നീല കളർ മാത്രമോ? ഈ മുകളിൽ വെച്ചിരിക്കുന്ന വലിയ ബിംബങ്ങൾ നീ കണ്ടില്ലേ? പുരാതനമായ ശ്രേഷ്ഠമായ പല ചിത്രങ്ങൾ വരച്ചു വെച്ചിരിക്കുന്നത് നീ കണ്ടില്ലേ? ഒരു സ്വർണത്തിന്റെ നാണയങ്ങൾ നീ കണ്ടില്ലേ? എത്ര മുറികളിൽ എത്ര വൈവിധ്യമാർന്ന സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്, നീ ഇതൊന്നും കണ്ടില്ലേ? അപ്പോ ഈ കൊച്ചുമിടുക്കൻ അച്ഛനോട് പറയാണ്, അച്ഛാ, അതെല്ലാം അച്ഛൻ്റെ ഉയരത്തിൽ വെച്ചിരുന്നതല്ലേ. എൻ്റെ ഉയരത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത് ഈ നീല കളർ അടിച്ചിരിക്കുന്ന മതിൽ മാത്രമാണ് ഞാൻ കണ്ടത്. ഈ 1 മണിക്കൂർ ഞാൻ അത് മാത്രമേ കണ്ടുള്ളൂ. ഇത് കേട്ട് വളരെ സങ്കടമായിട്ട് അച്ഛൻ ആ മകനെ നോക്കി നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൻ്റെ സ്റ്റോറിയുടെ അതിശയോക്തിയും എല്ലാം കുറച്ച് നേരത്തേക്ക് മറന്നുപോയിട്ട് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട മുറയിൽ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുട്ടികളെ എന്തെങ്കിലും കാര്യം അവർക്ക് കാണിച്ചു കൊടുക്കാനോ പഠിപ്പിക്കുവാനോ മുതിരുകയാണെങ്കിൽ നമ്മളുടെ ഉയരത്തിൽ നിന്ന് കുട്ടിയുടെ ഉയരത്തിലേക്ക് നമ്മൾ വളരണം. അവൻ്റെ ബാല്യത്തിലേക്ക് നമ്മൾ വളർന്നു വരണം. എന്നാലേ നമ്മളുടെ കുട്ടികളിൽ നമ്മൾക്ക് എന്തെങ്കിലും കാണിച്ചു കൊടുക്കാനോ അവരെ മനസ്സിലാക്കിക്കാനോ കഴിയുകയുള്ളൂ. താങ്ക് യു സോ മച്ച്. This is 5 seconds view.